കുൽഫിയല്ല, അതിനേക്കാളും ടേസ്റ്റി ആയിട്ടും ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു കുൽഫി അമ്മ ഉണ്ടാക്കി തരട്ടെ. അപ്പൊ ഉണ്ടാക്കിയാലോ? വായോ വായോ വായോ. ഈ കുൽഫി ഉണ്ടാക്കാൻ വേണ്ടിട്ടേ ഞാൻ 1 കപ്പ് മക്കാന എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഇതേ 1 പിടി കശുവണ്ടി പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കുവാണേ. ഇനി 1 പിടി ആൽമണ്ടും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ് കേട്ടോ. മധുരത്തിന് വേണ്ടിയിട്ട് 8 ഈന്തപ്പഴം ചേർത്ത് കൊടുക്കുവാണേ. നിങ്ങൾക്ക് ഇനി കൂടുതൽ മധുരം വേണമെങ്കിൽ കൂടുതൽ ഈന്തപ്പഴം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ എടുത്തേക്കുന്നത് അത്യാവശ്യം വലുപ്പമുള്ള ഈന്തപ്പഴം ആയതുകൊണ്ട് ഞാനൊരു 8 ഈന്തപ്പഴമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് കേട്ടോ. ഇനി ഇതേ ഒരു 3 ഏലക്കായും കൂടെ ചേർത്ത് കൊടുക്കുവാണേ. ഇനി വേണ്ടതേ 1.5 കപ്പ് പാലാണ് കേട്ടോ. ഞാൻ തിളപ്പിച്ചതിന് ശേഷം പാല് നല്ലോണം ചൂടാറി റൂം ടെമ്പറേച്ചറിൽ വന്നതിന് ശേഷമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരല്പം സാഫ്രോണും കൂടെ ചേർത്ത് കൊടുക്കുവാണേ. എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ. ഇനി ഒരു 4 മണിക്കൂർ നമുക്കിത് നന്നായിട്ടൊന്ന് കുതിർക്കാൻ വേണ്ടി വെക്കാം കേട്ടോ. 4 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഇതൊക്കെ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കൊരു മിക്സി ജാറിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാവേ. ഈന്തപ്പഴം ചേർത്ത് കൊടുത്തേക്കുന്നതുകൊണ്ട് ഇതിൽ ആവശ്യത്തിന് മധുരം ഉണ്ടാവും കേട്ടോ. പക്ഷെ ഇനിയും കൂടുതൽ മധുരം വേണമെന്നുള്ളവർക്ക് ഇതിൽ ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ചും കൂടെയൊക്കെ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാവേ. ഒരു ടേബിൾ സ്പൂണൊക്കെ ഈ സമയത്ത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പം നമുക്കതേ മിക്സി ജാർ അടച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാവേ. നന്നായിട്ട് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിന്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇതുപോലെയാണ്. ഇനിയിപ്പോ ഒന്നുമില്ല, ഇതൊരു മോൾഡ് സെറ്റിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. ഇതെല്ലാം നന്നായിട്ട് നിറച്ച് വെച്ചതിന് ശേഷം നമുക്കിതിങ്ങനെ അടച്ചു കൊടുക്കാവേ. ഇനി ഇതൊരു 6 മണിക്കൂർ നമുക്ക് ഫ്രീസറിൽ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കാവേ. ഒരു 6 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇതുപോലെ അങ്ങ് വെള്ളത്തിലേക്ക് മുക്കി പിടിക്കാം. കുൽഫി ആയതുകൊണ്ട് ആർക്കും ഇഷ്ടക്കുറവില്ല കേട്ടോ. നീ കുറച്ചു നേരം ഇങ്ങനെ പിടിക്കണം കേട്ടോ, എന്നാലത് വിട്ടുപോരൂടെ. ആണോ? ഇപ്പൊ തന്നെ ടേസ്റ്റ് ചെയ്യാട്ടാ. അതെ, നമുക്കിങ്ങനെ പതുക്കെ ഒന്ന് വലിച്ചു നോക്കാവേ. സ്റ്റാർ ഷേപ്പ് ഉണ്ടല്ലേ? ഇതുപോലെ നമുക്ക് ഓരോന്ന് വിടിച്ചെടുത്തിട്ട് കഴിച്ചു നോക്കിയാലോ? കഴിച്ചു നോക്കിയാലോ? എങ്ങനെയുണ്ട്? മധുരം ഉണ്ടാ കണ്ടോ? ഇതിലൊട്ടും പഞ്ചസാര ഇട്ടിട്ടില്ലല്ലോ. പക്ഷെ നോക്കിക്കേ, ഈന്തപ്പഴത്തിന്റെ മധുരം തന്നെ വളരെ നല്ലതാണ് കേട്ടോ. അത്ര മാത്രം മതി, വേറെ ഒട്ടും പഞ്ചസാര ചേർക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ? അപ്പൊ ടേസ്റ്റ് ചെയ്ത് അടിപൊളിയാണല്ലോ. ഓ അടിപൊളി കേട്ടോ, സൂപ്പർ. ഈ ചൂടുകാലത്ത് എന്തായാലും ഉണ്ടാക്കി നോക്കിക്കോട്ടോ, പൊളിയാണ്. പിന്നെ കുൽഫിയും ഐസ്ക്രീം ഒന്നും ആർക്കും ഇഷ്ടപ്പെടാണ്ടിരിക്കത്തില്ലല്ലോ. ഇത് പിള്ളേർക്ക് വീട്ടിൽ ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കണം. നല്ല ഹെൽത്തിയുമാണ്. ഇങ്ങനെ പാലൊക്കെ കഴിക്കാൻ മടിയുള്ള പിള്ളേർക്കാണെങ്കിലും നട്ട്സ് കഴിക്കാൻ മടിയുള്ള പിള്ളേർക്കാണെങ്കിലും ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ കഴിക്കുകയും ചെയ്തോളും. എന്നാൽ നല്ല ടേസ്റ്റുമാണ്, നമുക്കും നല്ലതാണ്. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ. ബൈ ബൈ.